ഇതെന്തോ നിനക്കൊന്നും വേറെ ഒരു പണിയില്ലടാ. രാവിലെ മുതൽ വൈകോളം വായി നോയിക്കൊണ്ടിരുന്നോളൂ. സഹോദരങ്ങളെ, ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിൽ യുവാക്കൾക്കുള്ള പങ്കിനെ കുറിച്ച്. നീ ആരാ? സുഭാഷ് ചന്ദ്രബോസ്? ഞാനോ? സുഭാഷ് ചന്ദ്രബോസ് ഒന്നുമല്ല. അത് പോട്ടെ, നമുക്കൊരു നല്ല കാര്യം ചെയ്യാം. കച്ചോ കച്ചോ. അതിരിക്കട്ടെ അളിയ. അളിയൻ എവിടെ പോയതാ? ഞാൻ ഡോക്ടറെ കാണാൻ പോയതാ. ഡോക്ടറോ? അതിന് നിനക്കുള്ള മരുന്നില്ല, നടന്നു പോകുന്നുണ്ടല്ലോ. മരുന്ന് നടന്നു പോയോ? അതേടാ, ആ തിരുമേനിയുടെ മോളില്ലേ ഹേമ, ഇപ്പൊ ഇതിലെ പോയി. കണ്ടിരുന്നു. എടാ റോയ്, ഇത് കുട്ടിക്കളിയല്ല. നീ നസ്രാണിയും അവള് നമ്പൂതിരിയാ. ഇതുവല്ല തിരുമേനി സമ്മതിക്കൂ? ആരുടെയും സമ്മതം എനിക്ക് വേണ്ട. അത് നടക്കും. ഞങ്ങൾ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് തീരുമാനം? എന്നെ കണ്ടാ ഉടനെ പോകാൻ മെഴുകിക്കളയാവുന്നോ? ചെറുപ്പക്കാര് പിള്ളേര് വഴി വന്ന് വായി നോക്കി നിൽക്കുക. വളർന്ന് കാള പോലായാലോ നാലെണ്ണവും. എന്തെങ്കിലും പണിയെടുത്ത് 4 കാശ് വീട്ടിൽ കൊടുക്കാൻ നോക്കടാ. ഉത്സാഹവും പരിശ്രമശീലയില്ലാത്ത നാണം കെട്ടവനൊക്കെ. നിനക്കൊക്കെ എന്തിന്റെ കുറവാ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. കപ്പിയാകാൻ മോനെ, ഞാൻ നോക്കണം. കേൾക്കുന്നുണ്ടോ? കേട്ടാ മാത്രം പോരാ, പകർത്തണം ജീവിതത്തില്, ഉയർന്നു വന്ന സമൂഹത്തില്. അച്ചോ, അച്ഛന്റെ ഉപദേശങ്ങൾ ഞങ്ങൾ ദിവസവും കേൾക്കുന്നുണ്ടല്ലോ. ഇവന്മാരുണ്ടല്ലോ ക്രിസ്ത്യാനികളല്ല, ഒരു വിവരമില്ല. അച്ഛൻ ഇവർക്കൊന്ന് ഉപദേശിച്ചോട്, നന്നാവട്ടെ. നീ 2 ക്രിസ്ത്യാനികളല്ലേ? ആദ്യം നീയൊക്കെ നന്നാ നോക്ക്. മാമോദിസ വീണ ഉണ്ടായില്ല, മനുഷ്യനാകണം. മനുഷ്യന് രൂപം ഉണ്ടായിട്ട് കാര്യമില്ല.